അങ്ങനെ അദ്ദേഹം ബസ്രയിൽ പോയി താമസിക്കുന്നു. വർഷങ്ങളോളം ഹദീസ് സമാഹരിക്കാനും ഹദീസ് ശേഖരിക്കാനും ബസ്രയിൽ താമസിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് എല്ലാ വർഷവും മക്കയിലേക്ക് പോകും, ഹജ്ജ് ചെയ്യും, തിരിച്ചു വരും, വീണ്ടും തൻ്റെ ഗ്രന്ഥരചന തുടരും. അങ്ങനെ 16 കൊല്ലത്തെ അധ്വാനം. 1-2 ദിവസങ്ങളല്ല. നമ്മളൊക്കെ ചിലപ്പോൾ ഒരു പുസ്തകം എഴുതാൻ ആരെങ്കിലും പറഞ്ഞാൽ ഏറിയ 1-2 മാസം ഇരിക്കും. വല്ലാതെ തിരക്കുള്ള സമയമാണെങ്കിൽ കുറച്ച് 3-4-5 മാസങ്ങൾ ഇരിക്കും ഒരു പുസ്തകം എഴുതാനും. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ 16 കൊല്ലത്തെ അധ്വാനമാണ്, 16 കൊല്ലത്തെ ജീവിതമാണ് ആ സ്വഹീഹുൽ ബുഖാരി എന്ന കിതാബ്. അതിന്റെ തുടക്കം കുറിക്കുന്നത് മസ്ജിദുൽ ഹറാമിൽ വെച്ചുകൊണ്ടാണ്, മക്കയിലെ പള്ളിയിൽ വെച്ചുകൊണ്ടാണ് ഇമാം ബുഖാരി അതിന്റെ തുടക്കം കുറിക്കുന്നത്. അദ്ദേഹം പറയുന്നു, സ്വന്നഫ്തു കിതാബി ഹാദാ ഫിൽ മസ്ജിദിൽ ഹറാമി, മസ്ജിദുൽ ഹറാമിൽ വെച്ചുകൊണ്ടാണ് ഞാൻ ഇതിന്റെ രചന തുടങ്ങുന്നത്. ഒമാ അദ്ഖൽതു ഫീഹി ഹദീസൻ, ഞാൻ അതിലേക്ക് ഒരു ഹദീസും കൊടുത്തിട്ടില്ല. ഹബ്തസ്തഖർതുല്ലാഹ, ഞാൻ ദുആഉൽ ഇസ്തിഖാറ നടത്തിയിട്ടല്ലാതെ. അപ്പോൾ എത്രത്തോളം ഇസ്തിഖാറയുടെ പ്രാർത്ഥന അദ്ദേഹം നിർവഹിച്ചു, അല്ലാഹുവിനോട് ഖൈറിനെ ചോദിച്ചിട്ടല്ലാതെ. വസല്ലൈതു റകഅതൈനി, 2 റക്അത്ത് സുന്നത്ത് നമസ്കരിച്ചിട്ടല്ലാതെ. വതയഖൻതു സിഹ്ഹതഹു, ആ ഹദീസിന്റെ സിഹ്ഹത്ത് ഉറപ്പുവരുത്തിയിട്ടല്ലാതെ. 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഇസ്തിഖാറ നടത്തി, 2 റക്അത്ത് നമസ്കരിച്ചു, അതേപോലെ ഹദീസ് സ്വഹീഹാണെന്ന് ഉറപ്പുവരുത്തി. അങ്ങനെയാണ് ബുഖാരിയിലുള്ള എല്ലാ ഹദീസുകളും അദ്ദേഹം സമാഹരിച്ചതും അദ്ദേഹം അത് ക്രോഡീകരിച്ചത് എങ്കിൽ അദ്ദേഹം എത്രത്തോളം ആ വിഷയത്തിൽ പ്രാർത്ഥനകൾ നിർവഹിച്ചു എന്നുകൂടി മനസ്സിലാക്കുക.